ബംഗളൂരുവിൽ കാമുകിയായ അസം യുവതിയെ കുത്തിക്കൊലപ്പെടുത്തി ഒളിവിൽ പോയ കണ്ണൂർ സ്വദേശിയായ ആരവിനെ കണ്ടെത്താൻ കഴിയാതെ പോലീസ്. മൂന്നാം ദിവസവും ആരവിനെക്കുറിച്ച് പോലീസിന് കാര്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. യുവാവിനെ കണ്ടെത്താനായി 2 അന്വേഷണ സംഘങ്ങളാണ് കർണാടക പോലീസ് രൂപീകരിച്ചിട്ടുള്ളത്. യുവാവിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കാര്യമായ സൗഹൃദം ഇയാൾക്ക് ഇല്ല. ഇതാണ് അന്വേഷണ സംഘം നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഒരു അന്വേഷണ സംഘം ആരവ് പോയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് അന്വേഷണം നടത്തുന്നത്. കണ്ണൂരിലെ വീട്ടിൽ അന്വേഷണ സംഘം എത്തിയിരുന്നു. ആരവിന്റെ മുത്തച്ഛൻ മാത്രമാണ് ഇവിടെയുള്ളത്. ആരവിന് കണ്ണൂരിൽ കാര്യമായ സൗഹൃദ വലയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊരു അന്വേഷണ സംഘം ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. അസം സ്വദേശിനി മായ ഗൊഗോയാണ് കൊല്ലപ്പെട്ടത്. 26 വയസ്സായിരുന്നു. ബംഗളൂരു ഇന്ദിരാനഗറിലെ റോയൽ ലിവിംഗ്സ് അപ്പാർട്ട്മെന്റിലാണ് കൊല നടന്നത്. ശനിയാഴ്ചയാണ് ഇവർ സർവീസ് അപ്പാർട്ട്മെന്റിൽ മുറിയെടുത്തത്. അന്ന് രാത്രി ആരവ് യുവതിയുടെ ദേഹമാസകലം കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ചോര വാർന്നാണ് യുവതിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. മായ ഗൊഗോയെ ആസൂത്രിതമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ കത്തിയുമായിട്ടാണ് യുവാവ് അപ്പാർട്ട്മെന്റിലെത്തിയത്. മായ ഗൊഗോയെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹത്തോടൊപ്പം കൊലയാളി 2 ദിവസത്തോളം താമസിച്ചതായി പോലീസ് കണ്ടെത്തി. മായ ഗൊഗോയുടെ മൃതദേഹത്തിനോടൊപ്പം 2 ദിവസം ചെലവഴിച്ചിട്ടുണ്ടെന്നും മിക്ക സമയത്തും മൃതദേഹത്തിന് മുന്നിലിരുന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യം. കൊല്ലപ്പെട്ട വ്ളോഗർ മായ തന്റെ സഹോദരിയോടൊപ്പമാണ് ബംഗളൂരുവിലെ HSR ലേഔട്ടിൽ താമസിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. വെള്ളിയാഴ്ച ഓഫീസ് പാർട്ടിയിൽ പങ്കെടുക്കുന്നതിനാൽ വീട്ടിൽ വരില്ലെന്ന് സഹോദരിയെ വിളിച്ചറിയിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രിയാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് സംശയിക്കുന്നു. ശനിയാഴ്ച ഇരുവരും സർവീസ് അപ്പാർട്ട്മെന്റിൽ ചെക്ക് ഇൻ ചെയ്തിരുന്നു. സർവീസ് അപ്പാർട്ട്മെന്റിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിനിടെ പ്രതി ഒരു കത്തി കൊണ്ടുവന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. ഓൺലൈനിൽ ഒരു നൈലോൺ കയറും വാങ്ങിയിരുന്നു. മായയ്ക്കൊപ്പം സമയം ചെലവഴിച്ച ശേഷമാണ് കൊലപാതകം നടത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം. കൊല നടത്തിയ ശേഷം ഇയാൾ മൃതദേഹത്തിനോടൊപ്പം കഴിഞ്ഞു. ഇയാൾ തുരുതുരാ സിഗരറ്റ് വലിച്ചു തള്ളിയെന്നും പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങളും ഇയാൾ ബുക്ക് ചെയ്ത ക്യാബിന്റെ വിവരങ്ങളും ചൊവ്വാഴ്ച സർവീസ് അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തിറങ്ങിയ സമയവും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 8:19 പ്രതി സർവീസ് അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിയത്. സർവീസ് അപ്പാർട്ട്മെന്റിൽ നിന്ന് ടാക്സിയിൽ കയറിയ ആരവ് ബംഗളൂരുവിലെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിലെ മജസ്റ്റിക് ഏരിയയിൽ എത്തുകയും തുടർന്ന് ഫോൺ ഓഫ് ആവുകയും ചെയ്തു. സോഷ്യൽ മീഡിയ വഴി കണ്ടുമുട്ടിയ ആരവും മായയും കഴിഞ്ഞ 6 മാസമായി പ്രണയത്തിലായിരുന്നുവെന്ന് മായയുടെ സഹോദരി പോലീസിനോട് പറഞ്ഞു. മായ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്നു. മൃതദേഹത്തിനോടൊപ്പം ഒരു ദിവസം ചെലവഴിച്ചതിനാൽ മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ കൊലയാളി പദ്ധതിയിട്ടിരുന്നോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്.